ഞാൻ വീട്ടിലെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയും മുറ്റത്തൊരു ബീപ്പയിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ചെറിയ മഗ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ മഗ് എടുത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സമയത്ത് ബീപ്പയുടെ അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ കാലിൽ എന്തോ കൊള്ളുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മുള്ളൊന്നും ഇല്ലല്ലോ, എന്തായിരിക്കും കാലിൽ കൊണ്ടത് എന്ന് കരുതി താഴേക്ക് അന്നേരമാണ് നോക്കുമ്പോൾ എൻ്റെ കാൽ ചോട്ടിൽ നിന്ന് ഒരു വളകൊഴുപ്പൻ പാമ്പ് ഓടിപ്പോകുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് മനസ്സിലായി എന്നെ പാമ്പ് കടിച്ചതാണെന്ന്. പെട്ടെന്ന് ഞാൻ കയറി വീട്ടിൽ ചെന്നു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എന്നെ ഒരു പാമ്പ് കടിച്ചു. അപ്പോൾ പുള്ളിക്ക് പാമ്പെന്ന് പറയുന്നതേ പേടി. അതുകൊണ്ട് പുള്ളി പറഞ്ഞു നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയേക്കാം, നീ പേടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു ഇല്ല എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ കാലയിൽ തുണി വലിച്ചു കെട്ടി എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ അവിടെ കിടത്തിയ ശേഷം ഓരോ ഡോക്ടർമാർ മാറി മാറി വന്ന് എൻ്റെ കാലയിലെ മുറിവ് നോക്കി. അപ്പോൾ 2 പല്ലിറങ്ങിയിട്ടുണ്ടായിരുന്നു, ബ്ലഡും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടർ വന്ന് ഇത് തൂത്ത് കളഞ്ഞിട്ട് എന്നോട് ചോദിക്കും ഏത് പാമ്പാണ് കടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വളകൊഴുപ്പനാണ് കടിച്ചത്, ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു. വീണ്ടും ഇവരെന്നോട് പാമ്പ് ഏതാണെന്ന് ചോദിച്ച് എന്നെ ഫോണിൽ ഒത്തിരി ഫോട്ടോകൾ കാണിച്ചു പാമ്പിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല എന്നെ കടിച്ചത്, വളകൊഴുപ്പൻ പാമ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3/4 മണിക്കൂർ സമയത്തോളം എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഇവർ എൻ്റെ പ്രഷർ നോക്കിയപ്പോൾ പ്രഷർ 500-ലെത്തി. പെട്ടെന്ന് അവർക്ക് പേടി. 500-ലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ അകത്ത് മുഴുവൻ വിഷം കലർന്നിട്ടുണ്ട്. ഉടനെ ഡോക്ടർ ഓടി വന്ന് എന്നോട് പറഞ്ഞു എന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയാണ്, ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിന്. അപ്പം ഭർത്താവ് എന്നോട് പറഞ്ഞു വേണ്ട നമുക്ക് കാരിത്താസിന് തന്നെ പോകാം, ഇപ്പം തന്നെ പോകാം, ആംബുലൻസ് വരുന്ന താമസമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മാലയിൽ ഞാൻ എപ്പോഴും ഉടമ്പടി കാശുരൂപ ഞാൻ ഉടമ്പടി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു കൊന്ത ഏത് സമയമുണ്ട് അതിൽ ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച് ഒരു ചെറിയ കാശുരൂപവും ഇട്ടിരിക്കും. ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പേടി തോന്നാതിരിക്കാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയില്ല ഡോക്ടറെ, എനിക്ക് ഒട്ടും പേടി തോന്നുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്തിയായിട്ട് എൻ്റെ പ്രഷർ കുറയുന്നില്ല. അപ്പോൾ അവർക്കൊരു ഭയം. എന്നോട് പറഞ്ഞു തലവേദന ഉണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും ബുദ്ധിമുട്ട് നെഞ്ചിന് തോന്നുന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും എനിക്ക് ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഇവർ അവിടെ ICU ഉള്ള ആംബുലൻസ് ഇല്ലാഞ്ഞിട്ട് പാലായിൽ നിന്നാണ് ICU ഉള്ള ആംബുലൻസ് വിളിച്ചത്. പിന്നെ പെട്ടെന്ന് ആംബുലൻസ് വന്നു. അവിടെ നിന്ന് കാരിത്താസിന് കൊണ്ടുപോവുകയാണ്. കാരിത്താസിന് കൊണ്ടുപോകാൻ വണ്ടിയെ കയറ്റി പോകുന്ന വഴിക്ക് ഒരു നേഴ്സും ഉണ്ട്. പെട്ടെന്ന് ഒരു ഷീറ്റ് എടുത്ത് അവരുടെ ഇത്രയും വരെ പുതപ്പിച്ചു. എനിക്കിത് ഷീറ്റ് പുതപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ദേഹം അങ്ങ് ചൂടാകാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ദേഹം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ദേഹം പൊള്ളുന്നു, ഇത് മാറ്റെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം തണുക്ക് കാണില്ല, കാരണം AC ഫുള്ളായിട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് ദേഹം ഭയങ്കരമായിട്ട് ചൂടാകും. പെട്ടെന്ന് അത് മാറ്റിയിട്ട് കഴിഞ്ഞ് കുറച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. ഒരു 6 പ്രാവശ്യത്തോളം ഞാൻ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ബക്കറ്റ് എടുക്കിച്ച് ഓക്കാനിക്കുകയാണ്. എനിക്ക് ശകലം വെള്ളം കുടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതും പറയാൻ പറ്റുന്നില്ല. എനിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. തൊണ്ട ഉണങ്ങുന്ന എൻ്റെ നാവെല്ലാം ഭയങ്കരമായിട്ട് എനിക്ക് ഉണങ്ങുമായിരുന്നു. ഒന്നും മിണ്ടാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ നെഞ്ചിൽ എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ പിടിക്കുന്നുണ്ട്, കയ്യിലിരിക്കുന്ന കൊന്തയുണ്ട്. അപ്പം ഈ എൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ തലയെല്ലാം ഇങ്ങനെ ഇളകുവാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, പുള്ളിയുടെ പോക്കറ്റിൽ എവിടെ പോയാലും ഞാൻ ഒരു കുഞ്ഞ് പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് ഇവിടുത്തെ വെഞ്ചരിച്ച് ഉപ്പിട്ട് കൊടുക്കും. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ 3-4 തരി എടുത്തിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഇടണമെന്ന് ഞാൻ പറയും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഈ ഉപ്പെടുത്തിട്ട് കവറ് തുറന്ന് വിശ്വാസ പ്രമാണം ചെല്ലി എൻ്റെ ദേഹത്തോട്ടിട്ടു. എൻ്റെ നെറ്റിയെ കൊണ്ടുവന്ന് ആ ഉപ്പ് വെച്ച് തന്നെ കുരിശ് വരച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇനി നിനക്കൊന്നുമില്ല, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അതുപോലെ പരവേശമായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പരവേശം എവിടെ പോയെന്ന് അറിയത്തില്ല. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്ന എന്താണെന്നോ അതുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നിന്ന് എന്നെ കാരിത്താസിൽ കൊണ്ടുചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ അവിടുന്ന് നേഴ്സുമാരെല്ലാം ഓടി വന്ന് എന്നെ അകത്ത് കൊണ്ടുപോയി ബ്ലഡ് പാമ്പ് കടിച്ച് വന്നു. അപ്പോൾ ഇവിടുത്തെ റിസൾട്ട് എല്ലാം അവിടെ കൊടുത്തു. അവർ പെട്ടെന്ന് ബ്ലഡ് എടുക്കാനായിട്ട് നേഴ്സ് വന്നു. ബ്ലഡ് എടുത്തു കഴിഞ്ഞ് അവർ ഉടനെ നോക്കി ആദ്യത്തെ ട്രിപ്പ് നോക്കി കഴിഞ്ഞപ്പം ബ്ലഡിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും വിഷത്തിൻ്റെ അംശമില്ല. രണ്ടാമത് വീണ്ടും നോക്കി. അവർക്ക് സംശയം ഇനിയും അവർക്ക് നോക്കി ഇത് തെറ്റിപ്പോയതാണോ എന്ന്. രണ്ടാമത് വീണ്ടും നോക്കി. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ബ്ലഡിൽ മുഴുവൻ വിഷത്തിൻ്റെ അംശം അത്ര സീരിയസ് ആയിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. വീണ്ടും അവർ 5 പ്രാവശ്യം നോക്കി. 5 പ്രാവശ്യം നോക്കിയിട്ടും ബ്ലഡിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും വിഷത്തിൻ്റെ അംശമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രഷർ നോക്കി. എൻ്റെ പ്രഷറും നോർമൽ 500 നിന്ന പ്രഷറാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് പ്രഷറുമില്ല. അപ്പോൾ അവിടെയുള്ള നേഴ്സുമാർ എൻ്റെ ഭർത്താവിനെ വിളിച്ചു വിട്ടു നിങ്ങൾ എന്തിനാണ് ഈ പേഷ്യൻറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പാമ്പ് കടിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു വിഷയവും ഇതിൽ കാണുന്നില്ല, ബ്ലഡിൽ 5 തവണ ഞങ്ങൾ നോക്കി, ഒരു പ്രശ്നവുമില്ല. മെയിൻ ഡോക്ടർ വന്ന് പറഞ്ഞു, വേണ്ട, ഒരു ദിവസം ഇത്രയും സീരിയസ് ആയിട്ട് വന്ന വ്യക്തിയല്ലേ, എന്തെങ്കിലും പോയിട്ട് ഇനി വന്നെങ്കിലോ എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ എന്നെ കിടത്തി. പിറ്റേ ദിവസമാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. എനിക്കൊരു മരുന്ന് പോലും അവിടുന്ന് കഴിക്കേണ്ടി